ഹായ് വിയേഴ്സ്, ആർ ജെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇത് അങ്കിത്തിനെയും കൊണ്ട് കണ്ണാശുപത്രി പോയ 3-4 ദിവസത്തെ വീഡിയോകൾ ഒരുമിച്ചാണ്. അപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അടുത്ത ദിവസം ചെന്ന് മരുന്നൊഴിച്ച് പരിശോധിക്കണമെന്ന് പറഞ്ഞ് വിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ അടുത്ത ദിവസം പോവുകയാണ് കണ്ണ് പരിശോധിക്കാൻ. അപ്പോൾ അവിടെ ചെന്ന് കണ്ണ് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റെറ്റിന ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചപ്പോൾ റെറ്റിനയുടെ ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസവും ജനുവരി ലാസ്റ്റാണ് നമുക്ക് ഡേറ്റൊക്കെ തന്നത്. അപ്പം നമ്മൾ ലീവ് നാട്ടിലോട്ട് പോയതല്ലേ, അപ്പം അത്രയും ദിവസം നമുക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു, സ്കൂൾ തുറന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ണാശുപത്രി കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ജനുവരി 1-ാം തീയതി തിരുവനന്തപുരത്ത് പോകാൻ റെഡിയായി. തലേന്ന് രാത്രി നമ്മൾ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ബുക്കിംഗ് നമ്പറൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ നമുക്ക് 6 മണിക്ക് ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്ന് വെച്ചിട്ട് റെഡിയായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ജനുവരി 1 ന്യൂ ഇയറിൻ്റെ അന്ന്, ന്യൂ ഇയറിൻ്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് വെളുപ്പിനെ നമ്മൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി. പക്ഷേ തിരുവനന്തപുരം ഫാസ്റ്റ് വന്നില്ല. പിന്നെ നമ്മളൊരു ബസ്സിന് കയറി പുനലൂർ ഇറങ്ങി. അവിടുന്ന് പിന്നെ വേറൊരു ബസ്സിന് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇറങ്ങി. നമുക്ക് ഹോസ്പിറ്റൽ എവിടെയാണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ കാണും. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല, ആദ്യമായിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇറക്കി തന്ന്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് പിന്നെ എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ കയറി അവിടെ ചെന്നപ്പോഴും പിന്നെ നമുക്ക് OP ടിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ OP ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് 220 നമ്പർ കിട്ടിയത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതൊക്കെ പോയി. 11 മണിയായിട്ട് നമ്മളെയൊന്നും വിളിക്കുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ 9 മണിയായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 11 മണിയായിട്ടും വിളിക്കാഞ്ഞിട്ട് പിന്നെ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സമയം എടുക്കും വിളിക്കാമെന്ന്. ഇതാണ് പുതിയ ബിൽഡിംഗ് ഹോസ്പിറ്റലിൻ്റെ. ഇത് റോഡിന് ഇപ്പുറത്ത് പഴയ ബിൽഡിംഗ് ഉണ്ട്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി എന്ന്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കണ്ണിൻ്റെ ഏത് ഡോക്ടറെയും കാണാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ടിങ്ങ് പോരുന്നത്. നമുക്ക് ഒരുപാട് ദൂരമുണ്ട്, 2-3 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും വേണ്ടൂല, ഇവിടെ വന്ന് എല്ലാവരെയും കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വന്നത്. അവിടെ വന്ന് ഡോക്ടറെയൊക്കെ കണ്ട് കണ്ണൊക്കെ പരിശോധിച്ച് പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞ് വിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റാൻഡിൽ ഇറങ്ങി. സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് പിടിച്ച് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. പിന്നെ അടുത്ത ദിവസം നമ്മൾ വന്നത് ഞാൻ വാവാച്ചനെയും കൂട്ടിയാണ് വന്നത് കാറിനകത്ത്. കാരണം അന്ന് വന്നപ്പം കണ്ണിനകത്ത് മരുന്നൊഴിച്ച് അരമണിക്കൂർ ഇടവിട്ട് കണ്ണിനകത്ത് മരുന്നൊഴിച്ച് വരണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ ബസ്സിനകത്തൊക്കെ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും, ഡയലേറ്റ് ചെയ്യാനുള്ള മരുന്നായിരുന്നു. അപ്പം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് കൊണ്ട് ഞാനും വാവാച്ചനും കൂടാണ് പോയത് അങ്കിത്തിനെയും കൊണ്ട്. അന്ന് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ടായിരിക്കുന്നത്. അങ്കിത്തിന് കാണാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഡയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നിട്ട് പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് കുട്ടികളുടെ സെക്ഷനായതിൻ്റെ അവിടെ കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഡയലേറ്റ് ചെയ്ത് പരിശോധിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. അടുത്ത ദിവസം പിന്നെ ഇനിയും വരണമെന്ന് പറഞ്ഞ് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട്. അപ്പം അന്ന് വന്നിട്ട് അപ്പം ഇവന് റെറ്റിനയിൽ ചെറിയ ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞ്, ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ സ്ട്രെസ് എടുക്കുന്ന ചിലപ്പം ടീയർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റെറ്റിനൽ ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം വന്ന് ലേസർ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ലീവ് വന്നതാണ്, പെട്ടെന്ന് ചെയ്യണം അങ്ങനെയൊക്കെ ഡോക്ടറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതുകൊണ്ട് അവർ നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡേറ്റ് തന്നു. അല്ലാതെ നമുക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയാൽ ഒരുപാട് സമയം എടുക്കും. ഓരോ കാര്യത്തിനും ഒറ്റയ്ക്ക് പോയാൽ ഭയങ്കര പാടുമായിരിക്കും. അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ടായിരുന്നു. അടുത്ത ദിവസം പിന്നെ ഞാനും അങ്കിത്തും മാത്രമാണ് പോയത്. പിന്നെ വാവാച്ച നമ്മൾ അടുത്ത ദിവസം പിന്നെ ബസ് ബുക്ക് ചെയ്ത് പോയി പുനലൂന്ന് വെളുപ്പിനെ 4:30 ഒരു നാഗർകോവിൽ ബസ് ഉണ്ടായിരുന്നു. അത് ബുക്ക് ചെയ്തിട്ട് ഞാനും അങ്കിത്തൂടെ പോയി. വാവാച്ചൻ എന്നെ പുനലൂർ വന്ന് ബസ് കയറ്റി വിട്ടായിരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം ഞാനും അങ്കിത്തും മാത്രമാണ് പോയത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വാവാച്ചൻ്റെ കൂടെ ഒക്കെ വന്ന വഴിക്ക് പിന്നെ അവിടെ ബിരിയാണിയൊക്കെ കഴിച്ചായിരുന്നു. കയറി ഫുഡ് കഴിച്ച്. ഫുഡാണല്ലോ മുഖ്യം, ഹോസ്പിറ്റലായാലും എന്തോ ആയാലും. അങ്ങനെ ഇപ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ 4 തവണ മരുന്നൊഴിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് 2 തവണ ഒന്നുകൂടെ മരുന്നൊഴിച്ചിട്ട് ഡയലേറ്റ് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് അപ്പോഴേ കറക്റ്റ് അറിയത്തുള്ളൂ. അങ്ങനെ
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി. അങ്ങനെ ഡോക്ടറിനെ കാണുന്നവരെ ആദ്യത്തെ ദിവസം പോയപ്പോൾ ഡോക്ടറിനെ കാണുന്നവരെ ടെൻഷനായിരുന്നു. അവരെന്തുമായിരിക്കും പറയുന്നതെന്ന്. കണ്ണിൻ്റെ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അവന് ഒരു കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അതുകൊണ്ട് ഒരു കണ്ണിന് ഉള്ളത് കൊണ്ട് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. എഴുതാനും വായിക്കാനും പഠിക്കാനും ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും കാഴ്ചക്കുറവുണ്ട്, ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ്. പിന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും പോയി. മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് 4 ആഴ്ച പോയി നമ്മൾ. മൂന്നാമത്തെ ആഴ്ച പോയപ്പം നമ്മൾ ബസ്സിന് പോയത് കാരണം 6:30 ആയപ്പോഴത്തേക്ക് തിരുവനന്തപുരം എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് നേരമൊക്കെ വെളുത്തുന്നേ ഉള്ളൂ. ഇതൊക്കെ ജനറൽ ആശുപത്രിയാണ്. ജനറൽ ആശുപത്രിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് നമ്മുടെ കണ്ണാശുപത്രി. ഇതാണ് കണ്ണാശുപത്രി. ഇത് പുതിയ ബിൽഡിങ്. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പിഴങ്ങും ഇറങ്ങാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഒരു കടയിൽ നിന്ന് വന്ന് കഴിച്ച്. അപ്പോഴത്തേക്ക് നമുക്ക് ടോക്കൺ കിട്ടിയത് 275 അങ്ങനെ ടോക്കണൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന്. ഇന്ന് നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ട. OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നതിൻ്റെ ടോക്കണാണ് 275. അത്രയും നമ്പർ കഴിഞ്ഞാലേ നമുക്ക് OP ടിക്കറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അതനുസരിച്ച് ലേറ്റ് ആവും നമുക്ക് വരാൻ. ഇതിപ്പം നമുക്ക് അന്ന് ചെന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് ലേസർ ചെയ്യാമെന്നും പറഞ്ഞാൽ പോയത്. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് മരുന്നൊക്കെ ഒഴിച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ലേസർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഫുഡും കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചാണ് സ്റ്റാൻഡിലോട്ട് പോയത്. അപ്പോൾ ലേസർ ചെയ്തത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവന് വെയിലത്ത് നോക്കാൻ. അതുകൊണ്ട് പിന്നെ ബസ്സിനൊന്നും നോക്കി നിൽക്കാതെ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോയത്. ഓട്ടോയ്ക്ക് 80 രൂപയായിരുന്നു സ്റ്റാൻഡ് വരെ. അങ്ങനെ അപ്പം നമ്മളൊരു കണ്ണാടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു പോയത്, തിരിച്ച് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ നമ്മൾ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഒരു ബസ്സിന് പുനലൂർ ബസ്സിനോ അവിടെ നിന്നാലും നമുക്ക് ബസ്സിന് കൂപ്പൺ എടുക്കണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. പിന്നെ 10 രൂപയുടെയൊക്കെ കൊടുത്ത് കൂപ്പൺ എടുക്കണം. കൂപ്പൺ എടുത്തെങ്കിൽ അപ്പോൾ നമുക്കൊരു സീറ്റ് നമ്പർ എഴുതി തരും. ആ സീറ്റ് നമ്പർ അനുസരിച്ച് കയറിയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൂപ്പൺ എടുത്തിട്ട് വരുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ് തിരുവനന്തപുരം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മളങ്ങനെ പിന്നെ ബസ്സിനകത്ത് കയറി. പിന്നെ നമ്മൾ വഴിക്കിറങ്ങി പകുതി പുനലൂർ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പത്തനാപുരത്തോട്ട് പോയായിരുന്നു. കാരണം കണ്ണിൻ്റെ പവർ കറക്റ്റ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതനുസരിച്ച് കണ്ണാടിക്ക് കൊടുക്കണമായിരുന്നു. പിന്നെ നേരെ ലെൻസ് കാർട്ടിൽ പോയി പത്തനാപുരം. എന്നിട്ട് അവിടെ നമ്മൾ കണ്ണാടിക്കുള്ള ഓർഡറൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അവൻ്റെ വാവാച്ചനും ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളും ഒരു മെമ്പർഷിപ്പ് എടുത്ത്, ഗോൾഡൻ മെമ്പർഷിപ്പ് കിട്ടി. അങ്ങനെ കണ്ണാടിയൊക്കെ എടുത്ത് കണ്ണാടിക്ക് കൊടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിയും കണ്ണാടി കിട്ടാൻ. അടുത്ത ആഴ്ച നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും ലെൻസ് കണ്ണാടി കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയിൽ 14-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പം 12-ാം തീയതി കണ്ണാടി വന്നെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അങ്ങനെ അങ്കിത്തും അമ്പാടി അബി എല്ലാവരും കൂടെ വാവാച്ചനെയും കൂട്ടി ലെൻസ് കാർട്ടിലോട്ട് വന്ന് കൂട്ടി. അങ്ങനെ പിന്നെ അങ്കിത്ത് ഫസ്റ്റ് ടൈം കണ്ണാടി വെക്കാൻ പോകുന്നത്. നമുക്ക് കണ്ണാടിക്കും ഫ്രെയിമിനും ലെൻസിനും എല്ലാം കൂടെ 3500 ആയിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ പൈസയൊന്നും ആയില്ല കേട്ടോ. ലേസർ ചെയ്യുന്നതെല്ലാം ഫ്രീ ആണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട്. പ്രൈവറ്റിലായിരുന്നെങ്കിൽ നല്ല എമൗണ്ട് ആയേനെ. അങ്ങനെ നമ്മൾ ലേസറൊക്കെ ചെയ്ത് അങ്ങനത്തെ ഫസ്റ്റ് ടൈമായിട്ട് കണ്ണാടി വയ്ക്കുകയാണ്. 2 ഫ്രെയിം എടുത്തായിരുന്നു. 2 ഫ്രെയിമും 2 ലെൻസും എടുത്തായിരുന്നു. അപ്പം ആദ്യമായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാണും. കുറച്ച് ദിവസം ആദ്യത്തെ ദിവസം അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം യൂസ്ഡായി, ഇപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ അങ്കിത്തും കണ്ണാടി വെച്ച്. വാവാച്ചൻ പറഞ്ഞത് വാവാച്ചൻ ഞാനും ഈ സമയത്താണ് കണ്ണാടി വെച്ചതെന്ന്. പിന്നെ അടുത്ത ദിവസം ഒരു ദിവസം കൂടെ കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ലേസർ ചെയ്തത്. അതും അന്നേരം പിന്നെ നമ്മൾ ബസ് ബുക്ക് ചെയ്ത് 5:30-ക്കുള്ള ബസ്സായിരുന്നു രാവിലെ പുനലൂന്ന്. അന്നും വാവാച്ചൻ രാവിലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ അങ്ങ് പോവും. 7:30 ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു ഞാനും അങ്കിത്തും കൂടെ. അപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഷാളൊക്കെ എടുത്ത് പുതച്ചൊക്കെയാണ് ഇരുന്നത്. കുറച്ച് നേരം അവൻ ഇരുന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങുമ്പോൾ അവൻ ഉണർന്നിരിക്കും.
അങ്ങനെ നമ്മൾ 7:30 ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. അവിടുന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഇത് ബസ്സിന് നമ്മൾ പാളയത്ത് ഇറങ്ങും. പാളയത്തു നിന്ന് ഓട്ടോ വിളിച്ചാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തോട്ട് പോകുന്ന കുറച്ച് വ്യൂസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം വെളുത്താണ്. അപ്പം നമ്മൾ പോയ ഓട്ടോയുടെ മുന്നിലാണെങ്കിൽ ഒരു ആനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു സമാധാനത്തോടാണ് പോകുന്നത്. ബാക്കി എല്ലാ ദിവസവും ടെൻഷൻ അടിച്ചായിരുന്നു പോയത്. കാരണം എന്തുവാ പറയുന്നത്, എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവായതുകൊണ്ട് അധികം ടെൻഷൻ ഇല്ല. എല്ലാം ചെയ്തല്ലോ. ഇനിയിപ്പം കണ്ണാടിയും കിട്ടി, കുഴപ്പമില്ല. ഡോക്ടറിനെ കണ്ടിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് ചെന്നപ്പോഴും കണ്ണിനകത്ത് മരുന്നൊക്കെ ഒഴിച്ച് പരിശോധിച്ചായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അന്ന് ഇച്ചിരി താമസിച്ചുകൊണ്ട് നമുക്ക് പൊറോട്ട കിട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൊക്കെ കുറേ നേരം കുത്തിയിരുന്നു. അവിടെ കുറേ കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യിക്കാൻ. അപ്പം അവിടെ കുറേ കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യിക്കാൻ. ഈ മാസം തികയാതെ പ്രസവിച്ച പിള്ളേരെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അവർക്കും ഇതുപോലെ ഇങ്ങനെ മരുന്നൊക്കെ ഒഴിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. അപ്പോൾ ഞാനൊരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവർ 2 ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അവർ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് പുറത്തോട്ട് പോകാൻ നേരം എൻ്റെ കൈ തന്നിട്ട് പോയി. അങ്ങനെ ഞാൻ ഇത്തിരി നേരം പിടിച്ചുകൊണ്ടിരുന്ന്. നല്ല രസമായിരുന്നു. ബേബി ഗേളായിരുന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോയാലും നമുക്ക് എവിടെ ചെന്നാലും ആൾക്കാരൊക്കെ കൂടെ കാണും. അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഡോക്ടറിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ ഇറങ്ങിയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം ഒന്നുകൂടെ അവിടെ കാണാം, നിങ്ങൾ പോകുന്നിടത്ത് പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു വെക്കേഷന് വരുമ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. നല്ല ഡോക്ടറായിരുന്നു. പക്ഷെ ഗവൺമെൻറ് ഡോക്ടർമാരാകുമ്പം എനിക്കറിയത്തില്ല കൂടുതലും, എന്നാലും ഇത് നല്ല ഡോക്ടറായിരുന്നു. നമ്മളോട് നല്ല ഇതായിരുന്നു. അങ്ങനെ സ്കൂളിൽ ഒരുപാട് ലീവും ആയായിരുന്നു. 5-ാം തീയതി സ്കൂൾ തുറക്കുമായിരുന്നു, ജനുവരി 5-ന്. അപ്പം സ്കൂളിൽ അന്വേഷിച്ചപ്പം പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. പിന്നെ ഡോക്ടറിനെ കണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ അവർ എഴുതി തന്നു. അതിൻ്റെ ഫോമൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അപ്പം അതൊക്കെ അവർ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് തരും. തിരിച്ച് പിന്നെ നമ്മൾ ഒരു ബസ്സിനാണ് പിന്നെ സ്റ്റാൻഡിലോട്ട് വന്നത്. സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നമ്മളൊരു കൂപ്പൺ എടുത്തിട്ട് കൊട്ടാരക്കര ബസ്സിന് കയറി. കൊട്ടാരക്കര ബസ്സിന് പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് അടുത്ത ബസ് കയറി ഓട്ടോ വിളിച്ചാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ 4 തവണ പോയുള്ളൂ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം. പക്ഷെ ഒരു ദിവസത്തെ വഴിയാണ്. രാവിലെ പോവും, വെളുപ്പിനെ പോയാലും വൈകുന്നേരം 6-7 മണിയാവും വീടെത്താൻ. പോയി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ഹോസ്പിറ്റലിലൊന്നും നമുക്കൊരു ചിലവും ആവത്തില്ല. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഹോസ്പിറ്റലിലാകുമ്പം തിരക്കുണ്ടല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.